അതിന്റെ താഴത്ത് പോയി കമന്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളായിരിക്കും ചിലപ്പോൾ ഒരു ലക്കി വിന്നർ, ദാറ്റ് ഈസ് ടി വി കിട്ടാനുള്ള. അപ്പൊ വീട്ടുകാരെ ഹാപ്പി ആക്കാൻ, കാരണം ടി വി കൂട്ടിയപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഗൈസ് നമ്മുടെ സ്വത്തിനാണെങ്കിൽ മേലെ കേട്ടോ, ഒട്ടും മേലെ, പാവത്തിന് ഇവിടെ നടുവേദനയൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ പുതിയ ടി വി ആകാൻ പോവാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇൻസ്റ്റാഗ്രാം അടിച്ചു പോയ ദേഷ്യത്തിലാണ് ഞാൻ ആ ടി വി ഒന്ന് ഇടിച്ചു കൂട്ടിച്ചത്. പക്ഷെ ഒരു ആവശ്യമില്ലായിരുന്നു. പിറ്റേന്നായപ്പോൾ എനിക്ക് റിഗ്രറ്റ് 19,000 രൂപയുടെ ടി വി ആണെന്ന് അടിച്ചു പൊട്ടിച്ചത്. അയ്യോ, എനിക്കാണെങ്കിൽ സങ്കടമായിട്ട് വല്ല. പക്ഷെ ഗൈസ് എന്റെ കയ്യിരിപ്പുകൊണ്ട് തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഗൈസ് കഴിഞ്ഞ ദിവസം അമ്മനെ വണ്ടി ഇടിച്ചത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ, അതേ ഈ വഴി വെച്ചിട്ടാണ് വണ്ടി ഇടിച്ചത്. എന്തായാലും ഞാൻ ടി വി അടിച്ചു പൊട്ടിച്ചു. അപ്പൊ ഒരു 1.5 ടി വിനെ എടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ ചങ്കവട്ടിയുടെ കട വന്നിരിക്കുകയാണ്. പറവത്തെ എന്തുകൊണ്ട് ഇവിടുത്തെ ടി വി എടുക്കണം? എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, 4 വർഷം വരെ വാറന്റിയാണ് നമ്മൾ സീരിയസ് മാർട്ടിൽ കൊടുക്കണേ, അതും ഗൂഗിൾ ടി വികൾക്ക്. ഇനി ഡിമിനിൽ അടിച്ച ടി വി അടിച്ചു പോയാലും ഫുൾ വാറന്റി കിട്ടും. 4 വർഷം വാറന്റി, 3 വർഷം വാറന്റി എക്സ്റ്റെൻഡ് ചെയ്യാം. 0% ഫിനാൻസ്. ആധാർ കാർഡും പാൻ കാർഡും ഷോപ്പിൽ വന്നാൽ ചെറിയൊരു പ്രോസസിംഗ് ഫീൽ ടിവികൾ സ്വന്തമാക്കാം. ഒരു രക്ഷയില്ലാത്ത ഓഫറാണ് ഗൈസ്. ഇത് കൂടാണ്ട് അടിപൊളി ഗൂഗിൾ ടി വി, അതായത് നമ്മുടെ ഹ്യൂറിക്സിന്റെ ഗൂഗിൾ ടി വി ആണ് ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് സമ്മാനമായിട്ട് നൽകുന്നത്. ഈ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒരാൾക്കാണ് ഈ ഗൂഗിൾ ടി വി സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പൊ ഗൈസ് റൂൾസ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആണ്. കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ബോയ്സ് ആൻഡ് ഗേൾസ്, നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആലപ്പി ആറാട്ടുവഴി ഉണ്ടല്ലോ, അവിടെയാണ് നമ്മുടെ സീരിയസ് മാർട്ട് ഉള്ളത്. ദാറ്റ് ഈസ് ആ ഷോപ്പ് ഉള്ളത്. അപ്പൊ ഞാനാണെങ്കിൽ നമ്മുടെ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ താഴത്ത് പോയി കമന്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളായിരിക്കും ചിലപ്പോൾ ഒരു ലക്കി വിന്നർ, ദാറ്റ് ഈസ് ടി വി കിട്ടാനുള്ള. അപ്പൊ ജസ്റ്റ് പോയി എന്തെങ്കിലും കമന്റ് ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ ആ കടയിൽ പോയി നമ്മുടെ പേര് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നോർമലി കിട്ടുന്നതിനേക്കാൾ റേറ്റ് കുറവായിട്ട് ടി വി കിട്ടുകയും ചെയ്യും. അടിപൊളിയല്ലേ? ടി വി എല്ലാം വാങ്ങി ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. അതിനുശേഷം ഞാനും സ്വത്തും കൂടെ ടൗണിലൊക്കെ ഒന്ന് റൗണ്ട് വെച്ചു. അപ്പൊ സ്വത്ത് പറഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം, നമ്മുടെ ബാത്റൂമിലേക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അങ്ങനെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി ഗൈസ്. അതുപോലെ തന്നെ സ്വത്തിനും എനിക്കാണെങ്കിൽ രാത്രി സിനിമ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ കുറിക്കാൻ അഥവാ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത്, പിന്നെ അവർക്ക് വീട്ടിൽ ഇടാൻ കുറച്ച് ഡ്രസ്സും എടുത്ത്. ഐ ലൈക്ക് ദ ഗ്രീൻ വൺ. അങ്ങനെ ഗൈസ് നല്ലൊരു കിസ്സൊക്കെ കൊടുത്തിട്ട് ഹാപ്പി ആയിട്ട് ആ ഷോപ്പിൽ നിന്ന് നേരെ ഇറങ്ങി ടി വി ആയിട്ട് വീട്ടിലോട്ട് പോവാണ്. ഇനി വേണം വീട്ടുകാരെ ഹാപ്പി ആക്കാൻ, കാരണം ടി വി കൂട്ടിയപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കും എടാ ഇവരെ കാശിൻ്റെ കഴപ്പം അതുകൊണ്ടാണ് ഈ ടി വി ഒക്കെ തല്ലി പൊട്ടിക്കുന്നതെന്ന്. കോപ്പാണ് ഗൈസ്, കയ്യിലാണെങ്കിൽ സത്യം പറയാം 10 പൈസ എടുക്കാമല്ല, എന്നാലും ദേഷ്യം വന്നപ്പോൾ ഇടിച്ചു പൊട്ടിച്ചാ. അതുകൊണ്ടല്ലേ പറഞ്ഞ പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോൾ റിഗ്രറ്റ് ഗൈസ്. ഞാനൊരു സാധനം കാണിച്ചു തരാം. ഈ ബട്ടർ ചെക്കുവേ, ടി വി ഒരു രക്ഷയില്ലാത്ത അടിപൊളി ടി വി ആണ് കേട്ടോ. 4K ടി വി, നല്ല വിഷ്വൽ എന്ന് പറഞ്ഞാൽ എന്നാ ക്ലാരിറ്റി ആണെന്ന് അറിയാം. ഇനി മുതൽ രാത്രിയാക്കി ഇരുന്ന് സിനിമ കണ്ട് തകർക്കണം. ഇതാണ് ഗൈസ് രാത്രിയായി കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിപാടി. ഈ സ്വത്താണെങ്കിൽ ഇവിടെ നിന്ന് സ്വത്തിന്റെ വ്ളോഗ്സും കാര്യങ്ങളും എഡിറ്റ് ചെയ്യുന്നു. നറൂട്ടോ ആണെങ്കിൽ ഇവിടെ ചുമ്മാ റൂമിൽ കറങ്ങി നടക്കുന്നു. ഞാനാണെങ്കിൽ എൻ്റെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യും, പ്ലസ് ഇടയ്ക്ക് ട്രേഡിങ് ചെയ്യും. ഓക്കെ, അപ്പൊ അതേ ഇപ്പൊ അടുത്ത ഈ വ്ളോഗ് ഓൾറെഡി നിങ്ങളിപ്പോ കണ്ടു കാണും. കടകളും അത് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഗൈസ്. ഈ ഇടയായിട്ട് KFCയോട് ഭയങ്കര കൊതിയാണെന്ന്. ഞങ്ങൾ ചിക്കൻ ഫ്രൈഡ് ക്രിസ്പി ആയിട്ടുള്ള ലെഗ് വാങ്ങി കഴിക്കുക. പക്ഷേ KFCയുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഭയങ്കര ടേസ്റ്റിയും ചില ദിവസങ്ങളിൽ വെറും പൊട്ടിയിരിക്കും. ഈ ഇടയായിട്ട് രാത്രിയാകുമ്പോൾ ഭയങ്കര മഴയാണ്, അടിപൊളി മഴയായിട്ടാ. ഞാൻ ചുമ്മാ ബാൽക്കണി അവിടെ പോയിരുന്ന് വെച്ച് മഴ നോക്കിയിരിക്കും കേട്ടാ. അപ്പോൾ ഈ മഴ എന്തായാലും പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുക, കാരണം അവിടെ എല്ലാവർക്കും ചിലപ്പോൾ മഴ പെയ്യണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നില്ല കേട്ടാ. ഗൈസ് നമ്മുടെ സ്വത്തിനാണെങ്കിൽ മേലെ കേട്ടോ, ഒട്ടും മേലെ, പാവത്തിന് ഇവിടെ നടുവേദനയൊക്കെ ആയിട്ട് ഇവിടെ കിടക്കുവാണ്. സ്വത്ത് വേറെ കുറവുണ്ടോ അടി? ഇല്ലേ? ഞാൻ മസാജ് ചെയ്ത് തരണം, തടവി തരണം, അതിങ്ങനെ കമന്നെടുത്തിട്ട് മേത്തേറി ഇങ്ങനെ നടക്കണം. ഞാനൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു, സത്യമായിട്ട് പറഞ്ഞു. എനിക്കൊക്കെ ഞാൻ ഇങ്ങനെ മേത്തൊക്കെ ഇങ്ങനെ കയറ്റി നടത്തൊക്കെ ചെയ്യുമായിരുന്നു പണ്ട്. ചേട്ടനോടൊക്കെ പറയുമായിരുന്നു, അണ്ണാ ഞാൻ ഇങ്ങോട്ട് നടുവ് അങ്ങനെ എന്നെ എടുക്കത്തില്ല, അങ്ങനെയല്ല ചുമ്മാ ഇങ്ങനെ നടക്കുക. അപ്പോൾ നല്ല രസമല്ലേ ഈ നട്ടിലൊക്കെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ആണോ പോലെയൊക്കെ തോന്നുമായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അതേപോലെ ചെയ്തിട്ടുണ്ട്. നടുവേദന എനിക്ക് അങ്ങനെ വന്നിട്ടില്ല ഇതുവരെയായിട്ട്. വരല്ലേ ദൈവമേ, എനിക്ക് നല്ല വേദന ഉണ്ടോ? ഓ ഗൈസ്, നടുവേദന ഭയങ്കരമായിട്ട് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണം ഗൈസ്, നിങ്ങൾ പറ. വേറെ ഒന്നല്ല, എൻ്റെ സ്വത്തിന് പീരീഡ്സ് എങ്ങാണ്ടാണ്, അതുകൊണ്ട് സ്വത്തിന് ഇത്തിരി നടുവേദന കണ്ട്. പീരീഡ്സ് ആവുമ്പോൾ നടുവേദന വരുമോ? എന്നാ അത് കഴിഞ്ഞ് കഴിച്ചു. ഓക്കെ.
അപ്പൊ എന്തായാലും നടുവിനെ പക്ഷെ മാറിയിട്ട് വിട്ടുപോയിട്ടില്ല കേട്ടാ, സത്യനെ വിട്ടുപോയിട്ടില്ല. അപ്പൊ നടുവിനെ മാറാൻ വേണ്ടി ഗൈസ് എന്ത് ചെയ്യണം, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒറ്റ മൂല്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ ഗൈസ്. പിന്നെ ഗൈസ് ഇപ്പൊ നിങ്ങൾ കുറെ ആൾക്കാർ ചോദിക്കുമായിരിക്കും എന്തുവാണ് നിനക്ക് കണ്ടന്റ് ഒന്നും ഇല്ല, ഇങ്ങനെ ചുമ്മാ ചവറ് പോലെ എടുത്ത് ഇടുവാണെന്ന്. ഗൈസ് എനിക്ക് 1.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ ഇത്ര സബ് ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് വലിയ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. എൻ്റെ ലൈഫ് തന്നെ ഞാൻ കാണിച്ച് ഇൻസ്പയർ ആക്കി, കുറേ ആൾക്കാർക്ക് ഇൻസ്പയർ ആയി, കുറേ ആൾക്കാർക്ക് എന്നെ ഇഷ്ടപ്പെടത്തില്ല. അത് അങ്ങനെയാണ്. ഒരു കൂട്ടം ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ഒരു കൂട്ടം ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവരെയും സംതൃപ്തിപ്പെടുത്താനൊന്നും പറ്റത്തില്ല. അപ്പം എൻ്റെ ചാനൽ തന്നെ ഇത്ര വളർത്തിയെടുത്താണെങ്കിലും ഞാൻ എന്നെ തന്നെ കാണിച്ചിട്ടാണ്. എൻ്റെ ലൈഫിൽ ഞാനാണ് മെയിൻ ക്യാരക്ടർ, ഞാനാണ് ഹീറോ. ഓക്കെ, അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. ചിലപ്പോൾ എൻ്റെ ലൈഫ് ഭയങ്കര ബോറിംഗ് ആയിരിക്കും, കാരണം എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്. ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് എൻ്റെ ലൈഫ് അടിപൊളിയായിട്ട് തോന്നുമായിരിക്കും, ചിലപ്പോൾ ഇൻസ്പിറേഷൻ കിട്ടുമായിരിക്കും, ചിലപ്പോൾ ഹേറ്റ് തോന്നുമായിരിക്കും, പലതും തോന്നും. നമ്മുടെ ലൈഫിൽ നിന്ന് പല ലെസൺസ് പഠിക്കാനും പറ്റും. അതുപോലെ തന്നെ അത് കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും നല്ലത് കണ്ടുപിടിക്കാനും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പറ്റുമെന്നേ. അപ്പോൾ ഇതെല്ലാം നിറഞ്ഞൊരു സംഭവമാണ് എൻ്റെ ലൈഫ്. അപ്പം ഞാൻ എൻ്റെ ലൈഫ് തന്നെ ഡോക്യുമെൻ്റ് ചെയ്യുവാണ്. ആൾക്കാർ എന്തുവാ അതന്നെ എക്സാക്ട്ലി ഡിജിറ്റൽ ഡയറി. കുറേ ആൾക്കാർ ഷോർട്ട് ഫിലിം പിടിക്കുന്നു, സിനിമ പിടിക്കുന്നു, ആക്ടേഴ്സിനെ വെച്ച് അഭിനയിപ്പിക്കുന്നു. ഞാനിവിടെ എൻ്റെ ലൈഫ് കാണിക്കുന്നു. അത് തന്നെ അതെ. എൻ്റെ അമ്മ കണ്ടില്ല, പാവം എന്തേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചായ കൊണ്ടുവരുന്നു, സ്വത്തിനോടുള്ള കെയറിങ് കണ്ടില്ല. നക്കുന്നാളാ, അത് ഞങ്ങൾക്ക് കൊണ്ടുവന്നതാണ് ഗൈസ്. അതേപോലെ തന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാണ്ട്. നറുട്ടോ ഇവിടെ വന്നിരുന്നേ, ഇവിടെ വന്നിരി നറുട്ടോ. അത് തന്നെ ഞാൻ ചോദിക്കാൻ വന്നതാണ്, വേറെ ഒന്നുമില്ല ഗൈസ്. നറുട്ടോടെ മേത്ത് കുറെ തെള്ളുണ്ട്, കുറെ കുഞ്ഞു സാധനങ്ങളെ. അതെ, ഇപ്പൊ ഇവരുടെ റൂമിൽ കിടത്തണോണ്ട് അത് ഈ റൂമിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഓടി. പറഞ്ഞപ്പോ ഒരു തെള്ള് ഞാൻ കാണിച്ചു തരാവേ. ചെള്ള് എന്താണെങ്കിലും ദേ ഗൈസ്, കണ്ട ഇതേപോലത്തെ സാധനം നാറിന്റെ കൈ കയറി അന്നിപ്പോ ഞാൻ കൊല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞത്, ഇതേപോലെ നമ്മുടെ ചെറുക്കൻ ഇങ്ങനെ ബെഡിലൊക്കെ ഇങ്ങനെ ചാരി ഒന്ന് ഇങ്ങനെ നിൽക്കുവേ. കേട്ടോ ഇറങ്ങണ അവിടുന്ന്. കണ്ട ഇങ്ങനെ പാവം ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നു നമ്മൾ ഇട്ട് കൊടുക്കും. പാവത്തിനെ പോലെ ഇരിക്കുന്നത്, പക്ഷെ സാധനമാണ് ഭയങ്കര. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം മാറിപ്പോയല്ലോ. അപ്പൊ വേറെ ഒന്നുമല്ല, അവന്റെ മേത്തുള്ള ചെള്ള് അല്ലെങ്കിൽ തെള്ള് എന്താണെങ്കിലും നിങ്ങൾ പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല. ആ സാധനം റൂമിലൊക്കെ സ്പ്രെഡായി കണ്ട ഫോട്ടോയിലും മിററിലും ഷർട്ടിലും ഡ്രസ്സിലും എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന്. ഈവൻ രാത്രി കിടക്കുമ്പോഴൊക്കെ മേത്തൊക്കെ ഇങ്ങനെ ചൊറിയുന്ന പോലെയൊക്കെ തോന്നും. സ്വത്തിൻ്റെയൊക്കെ മേത്തൊക്കെ ഇങ്ങനെ ചുവന്നിരിക്കുക, വെളുത്ത് തുടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് ഈ സാധനം ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ പെറ്റിനെയൊക്കെ വീണ്ടും അകത്ത് കയറ്റി വളർത്തുന്ന. എൻ്റെ അമ്മക്കൊന്നും പട്ടീനെ കണ്ണെടുത്താൽ കണ്ടുവിടായിരുന്നു, വീണ്ടും അകത്ത് കയറ്റണം. എന്നിട്ട് അമ്മ മാറി ചേഞ്ച് ആയതാണ് എങ്ങനെയൊക്കെ. അതെ, എനിക്കും പണ്ട് പട്ടീനെ വീണ്ടും അകത്ത് കയറ്റി ഇങ്ങനെ നക്കുന്നതെന്ന് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, വളർത്തുന്നത് നക്കുന്നതൊക്കെ. അങ്ങനെയല്ല, പണ്ട് എന്റെ അമ്മ വീട്ടില് ലക്കിക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ജിമ്മി വെക്കണം, അതിനൊക്കെ ചോറൊക്കെ ഇങ്ങനെ വാരി കൊടുക്കുക, അല്ലെങ്കിൽ ചിക്കനൊക്കെ ഇങ്ങനെ വാരി കൊടുക്കുക. അപ്പൊ സഞ്ജയ്ക്ക് വാരിയൊക്കെ കൊടുക്കണമെന്ന്. ഈ നരൂട്ടി ഇപ്പൊ കഴിക്കാണ്ടിരിക്കുമ്പോഴേ സഞ്ജു ഇപ്പൊ വാരിയൊക്കെ കൊടുക്കണ. അങ്ങനെയല്ല, ഇങ്ങനെ കിടക്കുമ്പോഴേ ഞാനിങ്ങനെ ഇവിടെ എന്നാ കഴിച്ചോന്നും പറഞ്ഞ് ഇങ്ങനെ വെച്ചു കൊടുക്കും, അത്രയല്ലേ. നമ്മുടെ ഈ വീട്ടിലെ മെമ്പറാണ്, നമ്മുടെ ചെറുക്കനാണ് അല്ല മുത്ത. ഇത്തിരിയൊക്കെ വാരി കൊടുക്കും. അതങ്ങനെ അതിപ്പോ നറൂട്ടോ ഞാൻ പട്ടീനെ പോലെ അല്ല ഗൈസ് കാണുന്നത്, നമ്മുടെ ഫാമിലി ഒരു മെമ്പറിനെ പോലെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചതാണ് ഇങ്ങനെ തെള്ളൊക്കെ സ്പ്രെഡ് ആകുന്നത്. അപ്പൊ അതെങ്ങനെ ഈ ഡോഗ്സിനെ വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് താഴത്ത് കമന്റ് ചെയ്യുന്നത് പ്ലീസ്. ഒന്ന് വേറെ ഒന്നുമല്ല, അത് നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നത്, അതാണ് എനിക്ക് ഡൗട്ട്. എപ്പോഴും ഇങ്ങനെ ഇവനെ കുളിപ്പിച്ച് ക്ലീൻ ചെയ്തോണ്ടിരിക്കുക, അതാ ഇവനെ പുറത്തെ വിടത്തില്ലേ. ഈ ചെള്ളി എനിക്കൊണ്ട് മരത്തിന്റെ ഈ ചെടിയുടെ ഇടക്കുന്നൊക്കെ വരുന്നതെന്ന് തോന്നുന്നു. അതാ എവിടുന്നാണ് ഇത് വരുന്നത്, ഇതൊക്കെ മൊത്തത്തിൽ എനിക്ക് ഡൗട്ടാണ്. അതുപോലെ തെള്ളി ഇങ്ങനെ നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ വല്ല കുഴപ്പം ഉണ്ടാവുക, നമുക്ക് എന്തെങ്കിലും രോഗം ഉണ്ടാവുക, ഡിസീസസ് എനിത്തിങ് എന്തെങ്കിലും അറിയാമെങ്കിൽ പ്ലീസ് ഗൈസ് ജെന്യുവൻലി ഞാൻ ചോദിക്കുവാണ്. പിന്നെ രോമം അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുവാണ് പ്ലീസ് ഗൈസ്. ഒന്ന് പെറ്റിനെ വളർത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് മീ ഔട്ട്. അതെ 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 ഗൈസ്, സ്വത്ത് ഹണ്ടറായി മാറിയിരിക്കുകയാണ് ഈയിടെയായിട്ട്. ഞാൻ സീരിയസ്ലി ചുമ്മാ പറയൂല, ഒരു ദിവസം 135 ചെള്ളിന് ഇവള് കണ്ടുപിടിച്ച് കൊല്ലും. ഞങ്ങളുടെ ചെള്ളിന്റെ ഗ്രേവ് യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ നമ്മുടെ ട്രേഡിങ് ഫ്രണ്ടിലായിട്ടുള്ള ഈ ഏരിയ ആണ് കേട്ടോ.
ദേ ഇവിടെ ആയിട്ട് കുറെ ചെള്ളിനെയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് കൊല്ലണാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നിരത്തി വെച്ചിട്ട് ഇവിടെ നിന്നിട്ട് ഇവിടം വരെ ഇങ്ങനെ കൊല്ലുമായിരുന്നു. ഓ സ്വത്താണെങ്കിൽ വൻ ചെൽ ഹണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ദേ അവിടെ ചെല്ലു, ദേ ഇവിടെ ചെല്ലു, ദേ അവിടെ ചെല്ലു. നമുക്ക് ഇവിടെ ഇങ്ങനെ കണ്ടുപിടിച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓ അപ്പൊ ഗൈസ് ഈ ചെള്ളിനൊന്ന് ഒഴിവാക്കണമല്ലോ. പക്ഷെ നമ്മുടെ നറൂട്ടനാണെങ്കിൽ ലൈഫിൽ നിന്ന് ഒഴിവാക്കാനും പറ്റത്തില്ല. അപ്പൊ അതിനുള്ള എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് ഒന്ന് പറഞ്ഞതാ മുത്തുക്കളെ. ഓക്കെ അപ്പൊ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. പ്രത്യേകിച്ചൊന്നുമില്ല. നാളത്തെ വീഡിയോ ഇത്തിരി സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും. കാരണം ഞാൻ സത്തിന് വേണ്ടി ഇത്തിരി ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ വരും. വേറെ ഒന്നുമല്ല, ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫ് അങ്ങനെയൊക്കെ ഒരു ഗേളിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. എനിക്കറിയത്തില്ലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ മൂഞ്ചി. അത് ഞാൻ പറഞ്ഞുതരാം. നാളത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാക്കി എന്ത് ചെയ്യണം സുത്താ? ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സൈൽക്കാരുടെ ബെല്ലൈക്കൺ എന്ത് ചെയ്യണം നറൂട്ടോ? അടിച്ചു പൊട്ടിക്കണം. എന്നാൽ മാത്രമേ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. So guys, keep supporting. It's me Sanju and bye bye.